ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് മോഹൻ ബഗാൻ എല്ലാ വർഷവും ഒന്നോ രണ്ടോ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വിദേശ താരങ്ങളുടെ കാര്യത്തിലും ഒരു ബിഗ് സ്പെൻഡിങ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കേണ്ടത് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യമാണ്. ഇപ്പം ഇന്ത്യൻ പ്ലേയേഴ്സിന് ഹെവി ആയിട്ട് പേ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് മോഹൻ ബഗാൻ എന്നുള്ളത്. ഇപ്പം ഈസ്റ്റ് ബംഗാളും ആ ഒരു റേസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പല ക്ലബിൻ്റെയും ഈ ക്ലബ്ബുകളല്ല വരുന്നത്, അതിന് താഴോട്ടുള്ള ചില ക്ലബ്ബുകളുടെയൊക്കെ സ്പോർട്ടിംഗ് സൈഡിൽ ഇരിക്കുന്നവരൊക്കെ പറയുന്നത് കേൾക്കാം, മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആണ്, പ്ലേയേഴ്സൊക്കെ ഓവർ പെയ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് പല ഇടങ്ങളിൽ കിടന്ന് കരയുന്നത് കാണാം. ഈ കരയുന്ന കണ്ണീരിന് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ, ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും മാത്രം മതി, ഈ രണ്ട് ക്ലബ്ബുകൾ തന്നെ ഒരു ഹെവി ആയിട്ട് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു സ്പെൻഡിങ് പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മൊത്തത്തിൽ ഇൻഫ്ലേറ്റഡ് ആകും. അത് ക്ലബ്ബുകളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ അടുത്ത് തന്നെ ഇപ്പം ക്ലബ്സിൻ്റെ ഓണേഴ്സും സ്പോർട്ടിംഗ് സൈഡിലൊക്കെ ഇരിക്കുന്നവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഓപ്പണായിട്ട് ഈ പറഞ്ഞ ഓവർ പെയ്ഡിനെ പറ്റി, ഇൻഫ്ലേഷനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് കണ്ടു, ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കണ്ടു. പക്ഷേ ഇത് ഒരു കൂട്ടമായിട്ട് ക്ലബ്ബുകളൊക്കെ കൂട്ടമായിട്ട് എന്തുകൊണ്ട് ഇപ്പം ലീഗ് ഓർഗനൈസേഴ്സിനെയൊക്കെ അറിയിക്കുന്നില്ല എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ടതാണല്ലോ. അതിലേക്ക് വരാം. ഇപ്പം നമുക്ക് ISL ഇപ്പോൾ സാലറി ക്യാപ്പാണുള്ളത്. പക്ഷേ നമ്മൾ മുമ്പ് എപ്പോഴും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, സാലറി ക്യാപ്പ് കൃത്യമായിട്ട് ക്ലബ്ബുകളൊന്നും തന്നെ ഫോളോ ചെയ്യുന്നില്ല. സത്യത്തിൽ ഇവിടെ വരേണ്ടത് FFP പോലത്തെ കാര്യങ്ങളാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്ര കോടിയിൽ കൂടുതൽ നഷ്ടം പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു ലെവൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ക്ലബ്ബുകൾക്കും അപ്പോൾ ഒരേപോലെ സ്പെൻഡ് ചെയ്യേണ്ട. ഇപ്പം മോഹൻ ബഗാനൊക്കെ എല്ലാ വർഷവും AFC ലെവലിൽ കോമ്പീറ്റ് ചെയ്യുന്നവരാണ്. അപ്പം അവർക്ക് കൂടുതൽ പണം ആ ഇനത്തിൽ കിട്ടും. ISL ഒക്കെ വിൻ ചെയ്യുന്നതുകൊണ്ട് പ്രൈസ് മണി ഇനത്തിൽ കിട്ടും, സ്പോൺസർഷിപ്പ് മറ്റ് എമൗണ്ടൊക്കെ ആയിട്ട് നല്ല എമൗണ്ട് കിട്ടും. അപ്പം അവർ കൂടുതൽ സ്പെൻഡ് ചെയ്തോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ഇത് കൃത്യമാക്കണം, സ്ട്രിക്റ്റ് ആക്കണം എന്ന് പറയുന്ന ഒരു ഫാക്ടറാണുള്ളത്. ഇവിടെ ഇപ്പം പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന പേരിലാണ് ഏറ്റവും വലിയൊരു തട്ടിപ്പ് നടക്കുന്നത്. ഇപ്പം ബോണസ് എന്ന് പറഞ്ഞിട്ട് ആ പേരിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് കോൺട്രാക്റ്റ് ഉണ്ട്, സെക്കൻഡ് കോൺട്രാക്റ്റ് ഉണ്ട്, അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ സ്പൗസിന് ജോലി കൊടുത്തിട്ട് വേറൊരു കോൺട്രാക്റ്റ് വെച്ചിട്ട് പണം കൊടുത്ത് അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല രീതികളും പല ക്ലബ്ബുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഓഡിറ്റ് വേണം എന്നുള്ളതാണ്. അതൊക്കെയാണല്ലോ വിദേശത്തുള്ള ക്ലബ്ബുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഓഡിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഓഡിറ്റ് ഉണ്ട് എന്ന് പറയുന്നൊരു പരിപാടി വരുമ്പം റൂൾസ് സ്ട്രിക്റ്റ് ആകുന്ന സാഹചര്യം വരുമ്പോൾ തന്നെ ക്ലബ്ബുകളൊക്കെ ഒന്ന് അടങ്ങും, ഇന്ന് പേടി വരും. കാരണം അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ഡിഡക്ഷൻ പോലെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു ബോധ്യം ഉണ്ടാകണം. അതല്ലാണ്ട് ISLന് യാതൊരു വിധത്തിലുള്ളൊരു ഫ്യൂച്ചറും ഉണ്ടാകില്ല. ഇങ്ങനെ കുറേ ക്ലബ്ബുകൾ വരും പോകുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. പണം കൂടുതലുള്ളവർ ഇപ്പം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് യാതൊരു വിധത്തിലുള്ളൊരു മടിയില്ലാത്ത രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം IPL മോഹൻ ബഗാൻ്റെ ഓണേഴ്സായിട്ടുള്ള സഞ്ജീവ് ഗോയങ്കയ്ക്കൊക്കെ ഷെയറുള്ള ക്ലബ്ബുണ്ട്, അറിയാമല്ലോ, പിന്നെ ലക്നൗ സൂപ്പർ ജയൻസ്. അപ്പം ആ IPL ഉള്ളത് ഓപ്ഷൻ പരിപാടിയൊക്കെയാണ്. എന്നിട്ട് കൂടി ഇപ്പം വലിയ രീതിയിൽ ഒരു പ്ലെയർക്ക് വേണ്ടിയൊക്കെ സ്പെൻഡ് ചെയ്ത കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബാലൻസ് ഇല്ലാത്ത പ്രശ്നമുണ്ട്. ഇതല്ലാണ്ട് ഓപ്ഷനൊന്നും അല്ല, പുറത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് എന്നൊക്കെയുള്ള തരത്തിലായിരുന്നെങ്കിൽ ഇവർ മാക്സിമം പരിപാടി ഇതുപോലെ തന്നെ നടത്തും. വലിയ രീതിയിലുള്ള സ്പെൻഡിങ്ങും വരും. അവർക്ക് മാനം രക്ഷിക്കുക, അല്ലെങ്കിൽ അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പരിപാടിയിലോട്ട് വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ടോട്ടലി ഇൻഫ്ലേറ്റഡ് ആകുന്ന പരിപാടി വരും. ഇപ്പം IPL ഫ്രാഞ്ചൈസികളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നിടത്ത് അവിടെ നഷ്ടത്തിൽ ഓടിപ്പോകുന്നൊരു സാധ്യത ആകില്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ട് പിന്നെ മറ്റ് ക്ലബ്ബുകൾ, ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ക്ലബ്ബുകൾ മാത്രമാണ് ഹെവി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, ബാക്കി ക്ലബ്ബുകളൊന്നും ഇതിനെ എതിർക്കുന്നില്ല എന്നുള്ളത്? അതിന് ഞാനൊരു കാരണം പറയാം. കഴിഞ്ഞ സീസണിൽ ഒരു ക്ലബിലെ ഒരു സീസൺ മാത്രം കോൺട്രാക്റ്റ് എക്സ്പയർ ആകാൻ പോകുന്ന ഒരു പ്ലെയറിനെ ഏറ്റവും വലിയ ഒരു ഹയസ്റ്റ് റെക്കോർഡിൽ ട്രാൻസ്ഫർ ഫീ ഒക്കെ വാങ്ങിച്ചിട്ട് മറ്റൊരു ക്ലബിന് വിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം ഈ പറയുന്ന ക്ലബ്ബ്, അതായത് സെല്ല് ചെയ്തിട്ടുള്ള ഒരു ക്ലബിൻ്റെ സ്പോർട്ടിംഗ് സൈഡിലൊക്കെ ഇരുന്നവർ തന്നെ പലപ്പോഴും കരഞ്ഞ് മെഴുകിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ പൂൾ വളരെ ചെറുതാണ്, മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ. അതേ മാർക്കറ്റിൻ്റെ പ്രിവിലേജസ് എടുക്കാനായിട്ട് അവർക്ക് വലിയ താല്പര്യമാണ്. പക്ഷേ ഇൻകമിങ് പറ്റില്ല, ഔട്ട് ഗോയിങ് ഓക്കെ എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ ക്ലബ്ബുകളൊന്നും കൂട്ടമായിട്ട് ഇന്ന് ലീഗ് ഓർഗനൈസേഴ്സിനെ കണ്ട് ഈ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആക്കണമെന്ന് പറയാത്തതിൻ്റെ കാര്യം, ഇതിൻ്റെ പ്രിവിലേജുകൾ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആ എമൗണ്ട് അവർക്ക് പോക്കറ്റിലിടാനുള്ളതാണ്. അത് ക്ലബിലേക്ക് സ്പെൻഡ് ചെയ്യത്തില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ കാരണം ഇതാണ്. പിന്നെ സ്പോർട്ടിംഗ് ഡിസിഷൻസ് എടുക്കുന്ന ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നവരും ഏജൻസീസും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണുള്ളത്. അപ്പോൾ ആ ഇനത്തിലും അവർക്കും ചില പരിപാടികൾ ഒപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കിയില്ലെങ്കിൽ, ഇതൊന്നും മാറിയില്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഇപ്പോൾ മുന്നോട്ടുള്ള ISL എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ അനിശ്ചിതത്വം മാറണമെങ്കിൽ കൂട്ടായ പ്രവർത്തനം വേണം. പ്രവർത്തിക്കാത്ത ചട്ടമ്പികളെ നിലയ്ക്ക് നിർത്താൻ കൃത്യമായിട്ടുള്ള റൂളുകൾ വരണം, ഓഡിറ്റിംഗ് പോലുള്ള സംവിധാനങ്ങൾ വരണം. എല്ലാം കൃത്യമാക്കിയാൽ കഴിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. എന്തിനാണ് ഈ ലീഗ് നടത്തുന്നതെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അപ്പം
നിങ്ങളുടെ ഒപ്പീനിയൻ സൂചിച്ചാണ് കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.